അമേരിക്കയിലെ ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൈവിലങ്ങിട്ട് തറയിൽ കിടത്തിയതിൽ വൻ പ്രതിഷേധം. വേദനാജനകവും അപമാനകരവുമായ കാഴ്ചയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, തുടർച്ചയായി ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ നിന്നുള്ള തിരികെ അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയച്ചപ്പോഴും ഇപ്പോഴിതാ ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നതിലുള്ള കനത്ത അതൃപ്തിയും ആശങ്കയും പ്രതിഷേധവുമാണല്ലോ കോൺഗ്രസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അജീഷ്, എന്താണ് കോൺഗ്രസിന്റെ ഈ പ്രതികരണത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ? ഗോപി, കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു സമാനമായ ഒരു ദൃശ്യം നമ്മളെല്ലാവരും കണ്ടത്. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരികെ ഡിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ കൈവിലങ്ങ് ധരിച്ച ശേഷമാണ് എത്തിച്ചത്. ആ ദൃശ്യങ്ങളായിരുന്നു അന്ന് വലിയ വിവാദമായിരുന്നു. അന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായൊരു പ്രതിഷേധക്കുറിപ്പൊന്നും ഇറങ്ങിയിരുന്നില്ല. അന്ന് സമാനമായ ഒരു ദൃശ്യമാണ് ഇന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത്. ഞായറാഴ്ചയാണ് സംരംഭകനായിട്ടുള്ള കുനാൽ ജെയിൻ ഈ ഇൻസ്റ്റഗ്രാമിൽ സാമൂഹിക മാധ്യമമായ എക്സിൽ അത് പോസ്റ്റ് ചെയ്തത്. ഈ വീഡിയോ ഇപ്പോഴാണത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ആ ദൃശ്യത്തിൽ അത് ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ദൃശ്യം കുനാൽ ജെയിൻ കാണുന്നത്. ഒരു വിദ്യാർത്ഥിയെ അവിടുത്തെ പോലീസ് കൈവിലങ്ങുകൾ ധരിപ്പിച്ച് കയ്യിലും കൈവിലങ്ങുകൾ ധരിപ്പിച്ച് കാൽമുട്ട് മുതുകിൽ വെച്ച് തറയിൽ നിലത്ത് കിടത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ വേദനാജനകമായ കാഴ്ചയാണ്. വിദ്യാർത്ഥി കരയുന്നുണ്ടായിരുന്നു. അനധികൃതമായി കുടിയേറിയ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയും ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ആ ദൃശ്യം എക്സിൽ പോസ്റ്റ് ചെയ്തു. പിന്നീട് ഇത് വൈറലായതോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുകയും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തത്. ഏറെ വേദനാജനകമായ കാഴ്ചയാണ്. ഇന്ത്യക്കാരുടെ അന്തസ്സ് ഉയർത്തുന്ന നടപടി ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. നിലവിൽ ന്യൂയോർക്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ വിശദീകരണം, അതായത് അവിടുത്തെ പ്രാദേശിക ഭരണകൂടവുമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരയ്ക്കും പുറത്തു വന്നിട്ടില്ല. അജീഷ് ജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.